Hi students, welcome back to Botany online class. Today we are going to start a new lesson and the name of the chapter is Anatomy of Flowering Plants. കഴിഞ്ഞ ക്ലാസ്സിൽ മോർഫോളജിയാണ് പഠിച്ചു തീർത്തത്. ഇന്ന് നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എന്താണ് അനാട്ടമി എന്ന് പറഞ്ഞാൽ? The internal structure of an organism or a plant is called anatomy. മോർഫോളജിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അതായത് എക്സ്റ്റേണൽ അപ്പിയറൻസ്, അതിനെ മോർഫോളജി എന്നും, ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ, അതിപ്പോൾ പ്ലാന്റ് ആയാലും അനിമൽ ആയാലും ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ എന്ത് തന്നെ പറയും? അനാട്ടമി എന്ന് തന്നെ പറയും. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിൻ്റെ അനാട്ടമിയാണ് പഠിക്കാനുള്ളത്. We know that plants have cells as the basic unit. Cells are organized into tissues and in turn the tissues are organized into organs. Different organs in a plant show differences in their internal structure. Within angiosperms, the monocots and dicots are also seen to be anatomically different. Internal structures show adaptations to diverse environments. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, സെൽസാണ് യൂണിറ്റ് അല്ലേ, ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസാണ്. സെൽസ് ചേർന്നിട്ട് ടിഷ്യൂസായിട്ട് മാറുന്നുണ്ട്. ഈ ടിഷ്യൂസ് എന്തായിട്ട് മാറും? ഓർഗൻസ് ആയിട്ട് മാറും. ഈ ഓർഗൻസാണ് പിന്നെ ഓർഗൻ സിസ്റ്റമായിട്ടും ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഡിഫറെൻറ്റ് ഓർഗൻസ് ഇൻ എ പ്ലാന്റ് ഷോ ഡിഫറൻസ് ഇൻ ദെയർ ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഓരോ ഓർഗൻസും നമുക്കറിയാമല്ലോ, നമ്മുടെ തന്നെ ഓർഗൻസ്, നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലാണോ? ഇപ്പോൾ ഹാർട്ട്, ലങ്സ്, ലിവർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ പ്ലാന്റ്സിലും ഡിഫറെൻറ്റ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ അവയിൽ എന്തുണ്ടാവും? സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ടാവും. Within angiosperms, the monocots and dicots are also seen to be anatomically different. ഇപ്പോൾ ആൻജിയോസ്പേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആർ കളക്റ്റീവ്ലി കാൾഡ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ആൻജിയോസ്പേംസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ടു, ഡൈക്കോട്ട്സ് ആൻഡ് മോണോകോട്ട്സ്. അപ്പോൾ ഈ ഡൈക്കോട്ട് എടുത്താലും മോണോകോട്ട് എടുത്താലും അതിൻ്റെയും സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻറ്റേർണൽ സ്ട്രക്ചർ ഷോ അഡാപ്റ്റേഷൻസ് ടു ഡൈവേഴ്സ് എൻവയോൺമെൻറ്റ്സ്. അതുപോലെ തന്നെ ചില പ്ലാന്റ്സിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടല്ലോ, അനുകൂലനങ്ങൾ. അപ്പോൾ അത് മറികടക്കാനായിട്ടുള്ള അഡാപ്റ്റേഷൻസും ഇവരുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ ഉണ്ടാവും. ഇപ്പോൾ കള്ളിമുൾ ചെടിക്കൊക്കെ സാധാരണ പ്ലാന്റ്സിൻ്റെ അനാട്ടമി ആയിരിക്കത്തില്ല, അപ്പോൾ അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെ ഇനി ആദ്യം നമ്മൾ ടിഷ്യൂ എന്താണെന്നാണ് നോക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എ ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് എ കോമൺ ഒറിജിൻ ആൻഡ് യൂഷ്വലി പെർഫോമിങ് എ കോമൺ ഫങ്ഷൻ. ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് സെൽസ് ഹാവിങ് എ കോമൺ ഒറിജിൻ ആൻഡ് യൂഷ്വലി പെർഫോമിങ് എ കോമൺ ഫങ്ഷൻ. എ പ്ലാന്റ് ഈസ് മേഡപ്പ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ്. Tissues are classified into two main groups, namely meristematic and permanent tissues. അപ്പോൾ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് നമുക്കറിയാം, പ്ലാന്റ് ബോഡി ഈസ് മേഡപ്പ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ്. ഇനി ടിഷ്യൂസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ടിഷ്യൂസ് ആർ ഓഫ് ടു ടൈപ്സ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂസ്. അതിൽ നമ്മൾ ആദ്യത്തത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെരിസ്റ്റോ ഒക്കെ. Growth in plants is largely restricted to specialized regions of active cell division are called meristems. പ്ലാന്റ്സിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക റീജിയനിൽ മാത്രമായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ മാത്രമാണ് ആക്റ്റീവ് സെൽസ് ഉള്ളത്, അല്ലെങ്കിൽ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ഉള്ളത്. അത്തരത്തിലുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് മെരിസ്റ്റം. Growth in plants is largely restricted to specialized regions of active cell division called meristem. Plants have different kinds of meristems. The meristems which occur at the tips of root and shoot are called apical meristem. ഇനി പ്ലാന്റ്സിൽ പലതരത്തിലുള്ള മെരിസ്റ്റംസ് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിലോ മറ്റോ 9ാം ക്ലാസ്സിൽ, 8ലല്ല 9ൽ പഠിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ പ്ലാന്റ്സിൽ വ്യത്യസ്ത തരത്തിലുള്ള മെരിസ്റ്റംസ് കാണപ്പെടുന്നുണ്ട്. അതിലൊന്നാമത്തത് എപ്പിക്കൽ മെരിസ്റ്റം, അല്ലെങ്കിൽ മലയാളത്തിൽ അഗ്രമെരിസ്റ്റം എന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെരിസ്റ്റംസ്. ദ മെരിസ്റ്റംസ് വിച്ച് ഒക്കർ അറ്റ് ദ ടിപ്പ് ഓഫ് റൂട്ട് ആൻഡ് ഷൂട്ട്, റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ടിപ്പിൽ കാണപ്പെടുന്ന മെരിസ്റ്റത്തെ എപ്പിക്കൽ മെരിസ്റ്റം എന്നാണ് പറയുന്നത്. Root apical meristem occupies at the tip of root, while shoot apical meristem occupies at the distantmost region of stem axis. During the formation of leaves and elongation of stem, some cells left behind from shoot apical meristem constitute the axillary bud. ഇനി ഇലകൾ ഉണ്ടാകുന്ന സമയത്ത്, ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ലീവ്സ്, ദ ഇലോങ്കേഷൻ ഓഫ് സ്റ്റെമ്മിൻ്റെ ഇലോങ്കേഷൻ നടന്നിട്ടാണ് ലീവ്സ് ഫോം ചെയ്യുന്നത്. ആ സമയത്ത് ചില സെൽസ് എന്ത് ചെയ്യുന്നറിയാം, ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് ലെഫ്റ്റ് ആവും. എന്നിട്ട് അതെന്തായിട്ട് മാറുന്നറിയോ, ആക്സിലറി ബഡായിട്ട് മാറും. സച്ച് ബഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ആക്സിൽസ് ഓഫ് ലീവ്സ് ആൻഡ് ആർ കേപ്പബിൾ ഓഫ് ഫോമിങ് ബ്രാഞ്ച് ഓർ എ ഫ്ലവർ. അപ്പോൾ ഈ ആക്സിലറി ബഡുകളാണ് പ്രധാനമായിട്ടും എന്തായിട്ട് മാറുന്നതെന്നറിയാം, ഒന്നുകിൽ ഒരു ബ്രാഞ്ചായിട്ട് മാറും, അല്ലെങ്കിൽ അതൊരു ഫ്ലവർ ബഡായിട്ട് മാറും. The meristem which occurs between the mature tissues is known as intercalary meristem. ഇനി മെച്യൂർ ടിഷ്യൂസിനിടയ്ക്കായിട്ട് കാണപ്പെടുന്ന മെരിസ്റ്റത്തെ ഇൻ്റർകാലറി മെരിസ്റ്റം എന്നാണ് പറയുന്നത്. They occur in grasses and regenerate the parts removed by grazing herbivores. Both apical meristem and intercalary meristems are primary meristems because they appear early in life of a plant and contribute to the formation of primary plant body. ഈ എപ്പിക്കൽ മെരിസ്റ്റവും ഇൻ്റർകാലറി മെരിസ്റ്റവുനെ ചേർത്ത് നമ്മൾ പ്രൈമറി മെരിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രൈമറി മെരിസ്റ്റത്തിന് എക്സാമ്പിൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൈമറി മെരിസ്റ്റത്തിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ഇൻ്റർകാലറി മെരിസ്റ്റം. ഇനി എന്തുകൊണ്ടാണ് ഇവയെ പ്രൈമറി മെരിസ്റ്റം എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദേ അപ്പിയർ ഏർലി ഇൻ ദ ലൈഫ് ഓഫ് എ പ്ലാന്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി പ്ലാന്റ് ബോഡി. അതായത് ഇവയുടെ ജീവിതകാലത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, അതായത് ഇത് മുളച്ച് വരുന്ന ആ ഒരു സമയം, അതാണ് ഏർലി ഇൻ ദ ലൈഫ് ഓഫ് എ പ്ലാന്റ് എന്ന് പറയുന്നത്. ആൻഡ് കോൺട്രിബ്യൂട്ട് ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി പ്ലാന്റ് ബോഡി. ആദ്യത്തെ ആ ഒരു പ്ലാന്റ് ബോഡി ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നത് എപ്പിക്കൽ മെരിസ്റ്റവും ഇൻ്റർകാലറി മെരിസ്റ്റവുമാണ്. സോ ദേ ആർ കാൾഡ് പ്രൈമറി മെരിസ്റ്റംസ്. ഇനി അടുത്തത്, ദ മെരിസ്റ്റം ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ മെച്യൂർ റീജിയൻസ് ഓഫ് റൂട്ട് ആൻഡ് ഷൂട്ട്സ് ഓഫ് മെനി പ്ലാന്റ്സ്, particularly those that produce woody axis and appear later than primary meristem, is called secondary meristem or lateral meristem. ഇനി ചില സസ്യങ്ങളെന്ന് പറയുന്നത് നല്ല തടി വയ്ക്കുന്ന സസ്യങ്ങളാണ് അല്ലേ. അപ്പോൾ സസ്യങ്ങൾ തടി വയ്ക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റം, അതും മെച്യൂർ ടിഷ്യൂസിനിടയ്ക്ക്, അതായത് മെച്യൂർ റീജിയൻസ് റൂട്ട് ആൻഡ് ഷൂട്ട് അവിടെ തന്നെയാണ് കാണപ്പെടുന്നത്. പക്ഷേ ഇതെന്തിനു സഹായിക്കും? ദോസ് ദാറ്റ് പ്രൊഡ്യൂസ് വുഡി ആക്സിസ്, തടി വയ്ക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് സെക്കൻഡറി മെരിസ്റ്റം ഓർ ലാറ്ററൽ മെരിസ്റ്റം. ഫെസിക്കുലാർ കാമ്പിയം ആൻഡ് ഇൻ്റർഫെസിക്കുലാർ കാമ്പിയം, ദെൻ കോർക്ക് കാമ്പിയം ആർ എക്സാമ്പിൾസ് ഓഫ് ലാറ്ററൽ മെരിസ്റ്റം. അതൊക്കെ എന്താണ് നമുക്ക് പിന്നീട് പഠിക്കാം, പക്ഷേ എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. ലാറ്ററൽ മെരിസ്റ്റത്തിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫെസിക്കുലാർ കാമ്പിയം, ഇൻ്റർഫെസിക്കുലാർ കാമ്പിയം ആൻഡ് കോർക്ക് കാമ്പിയം ആർ എക്സാമ്പിൾസ് ഓഫ് ലാറ്ററൽ മെരിസ്റ്റം. അത് മൂന്നും പിന്നീട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി following divisions of cells in primary and as well as the secondary meristems, the newly formed cells become structurally and functionally specialized and lose the ability to divide. Such cells are termed as permanent or mature cells or permanent tissues. ഇനി മെരിസ്റ്റമാറ്റിക് സെൽസ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതെന്ത് ചെയ്യുമെന്നറിയാം, അവരുടെ ഡിവൈഡിങ് കപ്പാസിറ്റി ലോസ് ചെയ്യും, അതായത് ഡിവിഷൻ കപ്പാസിറ്റി ഇല്ലാതാകും. മെരിസ്റ്റമാറ്റിക് സെൽസിന് മാത്രമേ എന്തിന് കഴിയൂ? ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കുറേ ഡിവിഷൻസ് കഴിയുമ്പോഴത്തേക്ക് ഫോളോയിങ് ഡിവിഷൻസ് ഓഫ് സെൽസ് ഇൻ ബോത്ത് പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി മെരിസ്റ്റം. ഇപ്പോൾ പ്രൈമറി മെരിസ്റ്റം ആയാലും, പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പ്രൈമറി മെരിസ്റ്റം?
എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ഇൻ്റർകാലറി മെരിസ്റ്റം. അതുപോലെ സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയുമ്പോൾ ലാറ്ററൽ മെരിസ്റ്റം. ഇത് രണ്ടായാലും കുറേ നാളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ദേ ലോസ് ദെയർ കപ്പാസിറ്റി ടു ഡിവൈഡ്. അപ്പോൾ ഡിവിഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടും. ഈ സെൽസ് പിന്നീട് എന്തായിട്ട് മാറ്റപ്പെടും എന്നറിയാവോ? പെർമനൻറ്റ് ടിഷ്യൂസാക്കി മാറ്റപ്പെടും. ഇനി നമുക്ക് പെർമനൻറ്റ് ടിഷ്യൂസ് എന്താണെന്ന് നോക്കാം. The cells of the permanent tissues do not generally divide further. സാധാരണ രീതിയിൽ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ത് ചെയ്യില്ല? ഡിവൈഡ് ചെയ്യില്ല. പെർമനൻറ്റ് ടിഷ്യൂസ് ഹാവിങ് ഓൾ സെൽസ് സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആർ കാൾഡ് സിമ്പിൾ ടിഷ്യൂസ്. പെർമനൻറ്റ് ടിഷ്യൂസ് ഹാവിങ് മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ കാൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. അപ്പോൾ പെർമനൻറ്റ് ടിഷ്യൂസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. സിമ്പിൾ ടിഷ്യൂസ് എന്നും കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും. എന്താണ് സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ? പെർമനൻറ്റ് ടിഷ്യൂസ് ഹാവിങ് ഓൾ സെൽസ് സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. പെർമനൻറ്റ് ടിഷ്യൂസിൽ തന്നെയുള്ള എല്ലാ സെൽസും എങ്ങനെയായിരിക്കും? സെയിം സ്ട്രക്ചറും ഫങ്ഷനും ആയിരിക്കും. അതിനെ നമ്മൾ സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയും. ഇനി പെർമനൻറ്റ് ടിഷ്യൂസ് ഹാവിങ് മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ കാൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. ഇനി പെർമനൻറ്റ് ടിഷ്യൂസിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള സെൽസ് ഉള്ളവയെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പെർമനൻറ്റ് ടിഷ്യൂസ് ആർ ഡിവൈഡഡ് ഇൻടു ടു സിമ്പിൾ ടിഷ്യൂസ് ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. ഇനി സിമ്പിൾ ടിഷ്യൂസ് എന്താണെന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. A simple tissue is made up of only one type of cells. The various simple tissues in plants are parenchyma, collenchyma, sclerenchyma. ഓർമ്മയില്ലേ പഠിച്ചത്? The various simple tissues in plants are parenchyma, collenchyma and sclerenchyma. എന്താണ് parenchyma എന്ന് പറഞ്ഞാൽ? Parenchyma form the major component within organs. മിക്കവാറും എല്ലാ പ്ലാന്റ് പാർട്സിലും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ടിഷ്യൂ ആണ് പാരൻകൈമ. The cells of the parenchyma are generally isodiametric, so they are spherical, oval, round, polygonal or elongated in shape. Their walls are thin and made up of cellulose. They may be either closely packed or have some small intercellular spaces. The parenchyma performs various functions such as photosynthesis, storage and secretion. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കാനുള്ളത് പാരൻകൈമയുടെ ഫങ്ഷൻ എന്താണ്? സാധാരണ രീതിയിൽ they perform various functions such as photosynthesis, storage and secretion. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ്, സ്റ്റോറേജ്, ദെൻ സെക്രീഷൻ. ഇത്ര ഓർത്തിട്ട് പിന്നെ അതിൻ്റെ ഷേപ്പ് സ്ഫെറിക്കലാകാം, ഓവലാകാം, റൗണ്ടാകാം, എല്ലാം ഒരേപോലെ ഇരിക്കും. പല വ്യത്യസ്ത തരത്തിലുള്ള പാരൻകൈമ ഉണ്ട്. ഒന്നുകിൽ സ്പെറിക്കൽ ഷേപ്പായിരിക്കും, ചിലപ്പോൾ ഓവൽ ഷേപ്പായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ക്ലോസ്ലി പാക്ഡ് ആവും, ചിലപ്പോൾ ഇൻട്രസെല്ലുലാർ സ്പേസസ് ഉണ്ടാവും. ഓക്കെ, ദെൻ കോളൻകൈമ. ദ കോളൻകൈമ occurs in layers below the epidermis in dicot plants. It is found either as a homogeneous layer or in patches. It consists of cells with much thickened at the corners due to the deposition of cellulose, hemicellulose and pectin. ഇവിടെ ഓർക്കാനുള്ള കാര്യം ഇതാണ്. കോളൻകൈമ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ് പാരൻകൈമ, പാരൻകൈമയെ പോലെ തന്നെ, പക്ഷേ ചെറിയൊരു വ്യത്യാസം എന്താണെന്നറിയോ? അതിൻ്റെ കോർണേഴ്സ് തിക്കൻ്റാണ്. കോളൻകൈമയുടെ കോർണേഴ്സ് തിക്കൻ്റാണ്. എന്താണ് തിക്കനിങ്ങിന് കാരണം എന്ന് ചോദിച്ചാൽ, ആൻഡ് ദിസ് തിക്കനിങ് ഈസ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ഓർ പെക്റ്റിൻ. അപ്പോൾ സെല്ലുലോസോ ഹെമി സെല്ലുലോസോ അല്ലെങ്കിൽ പെക്റ്റിനോ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ കോർണേഴ്സ് തിക്കൻ്റാണ്. അപ്പോൾ അതാണ് പാരൻകൈമയും കോളൻകൈമയും തമ്മിലുള്ള വ്യത്യാസം. ദെൻ അതിൻ്റെ ഫങ്ഷൻസ്, they provide mechanical support to the growing parts of the plant such as young stem and petiole of a leaf. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, മെക്കാനിക്കൽ സപ്പോർട്ട്, ഗ്രോയിങ് പ്ലാന്റ് പാർട്സിന് സപ്പോർട്ട് കൊടുക്കുക. യങ് സ്റ്റെമ്മൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വലിയ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും, ചെറിയ പ്ലാന്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒടിയൂല, ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ഒടിഞ്ഞു പോകാതെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് ഈ കോളൻകൈമയാണ്. ദെൻ സ്ക്ലീറൻകൈമ.
It consists of long narrow cells with thick and lignified cell walls having few or numerous pits. They are usually dead without protoplast. On the basis of variation in the form, structure, origin and development, sclerenchyma may be either fibers or sclerids. ഇനി സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള സെൽസ് ചേർന്നിട്ടാണ് സ്ക്ലീറൻകൈമ. അതിൽ ഫൈബേഴ്സും ഉണ്ട്, 2 തരത്തിലുള്ള സെൽസ് കാണപ്പെടുന്നുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് ഫൈബേഴ്സും ഒന്ന് സ്ക്ലീറിഡ്സും. അത് അതിൻ്റെ ഷേപ്പിനെ അനുസരിച്ചാണ്. ചിലപ്പോൾ ഒരു തരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ നാരോ സെൽസ് വിത്ത് ലിഗ്നിഫൈഡ് സെൽ വാൾസ്. പിന്നെ ചിലതെന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ സ്ക്ലീറിഡ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ കാണപ്പെടും. ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ തിക്ക് വാൾഡ് ഇലോങ്കേറ്റഡ് പോയിൻറ്റഡ് സെൽസ്. അപ്പോൾ 2 തരത്തിലുള്ള സ്ക്ലീറൻകൈമ സെൽസ് കാണപ്പെടുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് വേരിയേഷൻ ഇൻ ദ ഫോം ഓഫ് സ്ട്രക്ചർ, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, സ്ക്ലീറൻകൈമ മേ ബി എയ്തർ ഫൈബേഴ്സ് ഓർ സ്ക്ലീറിഡ്സ്. ഇനി എന്താണ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ? ദ ഫൈബേഴ്സ് ആർ തിക്ക് വാൾഡ് ഇലോങ്കേറ്റഡ് ആൻഡ് പോയിൻറ്റഡ് സെൽസ്. Then sclerids are spherical, oval or cylindrical, highly thickened dead cells with very narrow cavity. നല്ല എല്ലാ കോർണേഴ്സും നല്ല തിക്കൻ്റാണ്, ഹൈലി തിക്കൻഡ് വാൾസാണ്. സെൽ വോൾ എന്ന് പറഞ്ഞാൽ ഹൈലി തിക്കൻ്റാണ്, നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ കട്ടിയുള്ള പ്ലാൻ പാർട്സ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? സ്ക്ലീറൻകൈമ കൊണ്ടാണ്. ദേ ആർ കോമൺലി ഫൗണ്ട് ഇൻ ദ ഫ്രൂട്ട് വാൾസ് ഓഫ് നട്ട്സ്. സാധാരണ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണെന്നറിയാവോ? ഫ്രൂട്ട് വാൾസ് ഓഫ് നട്ട്സ്, അതുപോലെ പൾപ്പ് ഓഫ് ഫ്രൂട്ട്സ് ലൈക്ക് ഗുവ, പിയർ ആൻഡ് സപ്പോട്ട, സീഡ് കോഡ്സ് ഓഫ് ലെഗ്യൂംസ് ആൻഡ് ലീവ്സ് ഓഫ് ടീ അറിയാലോ, തേയില. സ്ക്ലീറൻകൈമ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ ഓർഗൻസ്. നല്ല കട്ടിയുള്ള ടിഷ്യൂ ആണെന്ന് പറയുമ്പോഴേ അറിയാം എന്തായിരിക്കും ഫങ്ഷൻ. മെക്കാനിക്കൽ സപ്പോർട്ട്. നമ്മുടെ ചിരട്ടയില്ലേ, ചിരട്ട, അതുപോലെ ചകിരി നാര്, ഇതൊക്കെ സ്ക്ലീറൻകൈമയാണ്. അതുപോലെ പേരയ്ക്കയുടെ വിത്തിൻ്റെ പുറന്തോടില്ലേ, അത് നല്ല കട്ടിയുള്ളതില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് സ്ക്ലീറൻകൈമ കൊണ്ടാണ്. ഇനി അടുത്തത് കോംപ്ലക്സ് ടിഷ്യൂസാണ്. അപ്പോൾ സിമ്പിൾ ടിഷ്യൂസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് സിമ്പിൾ ടിഷ്യൂസ്? പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് വായിക്കണം. അടുത്ത ക്ലാസ്സിൽ കോംപ്ലക്സ് ടിഷ്യൂസ് പറഞ്ഞുതരാം. ഓക്കെ.